ജോലിയുടെ കേസിൽ തന്നെയാണെങ്കിൽ മനസ്സിൽ ഒട്ടും കൂടെ ഉള്ളവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ചുറ്റും ഇങ്ങനത്തെ ആളുകൾ ഒരുപാട് ഉണ്ടാവില്ലേ? ഈ ജോലിയുടെ കാര്യത്തില് ആരൊക്കെയോ അവരുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ പറഞ്ഞു, അയ്യോ ജോളി ചേച്ചി ഇങ്ങനെ ആയിരിക്കും എന്ന്. ഞങ്ങൾക്ക് ഒരിക്കലും ജോളി ചേച്ചി അങ്ങനെയൊന്നും അല്ല, ഭയങ്കര സ്കിൽഡ് ആയ ഒരു ലേഡി. അപ്പം ഷീ മസ്റ്റ് ബി അസേർട്ടീവ്. ആൾക്കാരുടെ അടുത്ത് എങ്ങനെ നിൽക്കണം, എങ്ങനെ റിയൽ ഫേസ് കാണിക്കാതെ, അവിടെയാണ് നമ്മൾ ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പെർസോണാലിറ്റി എന്നാണ്. അതായത് പെർസോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെക്കുന്ന മാസ്ക് ഇല്ലേ, മുഖം മൂടി, അതാണ് മാസ്ക് എന്നാണ് അതിനർത്ഥം. അതായത് നമ്മൾ ആൾക്കാരുടെ ഇടയിൽ നമ്മൾ വെക്കുന്ന ഒരു മുഖം മൂടി ആയിരിക്കില്ല ശരിക്കുള്ള നമ്മുടെ സ്വഭാവം ചിലപ്പോൾ. അത് നമുക്ക് അറിയാൻ പറ്റുമോ നമ്മുടെ ചുറ്റിനും ഇപ്പൊ ഇങ്ങനത്തെ ആളുകൾ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കിയ എന്തെങ്കിലും സയൻസോ അങ്ങനെ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ ചില കേസസിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഈ ഒരു BPD, ചില കേസസ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി, ഇപ്പോൾ നമ്മൾ ഹിറ്റ്ലറിനൊക്കെ പറയുമ്പം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആയിട്ടാണ് പറയുന്നത്. അപ്പം ഈ ഹിറ്റ്ലറിനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്, അതുപോലെ തന്നെ ആൾ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷേ ഈ പേഴ്സണാലിറ്റി കാര്യങ്ങൾ വരുമ്പം അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചൊരു ടൈം എടുക്കും. നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മളെ അവരെ ഒരു വഴി കൂടെ കൊണ്ടുപോവുകയാണ് എന്നുള്ളത് ചിലപ്പോൾ റിയലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, അതായത് ഇതൊക്കെ പറ്റിക്കലല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതൊക്കെ ആൾക്കാർക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അവരുടെ കൂടെ ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു ബെഡ് ഷെയർ ചെയ്യുന്ന ആൾക്ക് മാത്രമേ ശരിക്കുള്ള സ്വഭാവം അറിയുള്ളൂ. അപ്പോൾ ഒരു കുട്ടി അടുത്ത് വന്നിട്ട് നമ്മളടുത്ത് പറയായിരുന്നു, ഈ എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്നുള്ളത് അവരുടെ പേരൻസിന് പോലും അറിയില്ല, ഉമ്മയ്ക്കും ഉപ്പയ്ക്കും പോലും അറിയില്ല. ശരിക്കുള്ള മുഖം എൻ്റെ മുന്നിൽ അറിയാം, എന്നെ ഭയങ്കരമായി ഉപദ്രവിക്കും, ഒരു സാഡിസ്റ്റിക് ആയിട്ട് അയാൾ ചെയ്യും. അപ്പം ഇത്തരം കാര്യങ്ങൾ പണ്ട് ഉണ്ടായിട്ടുണ്ടാവും. പണ്ടും ഈ അസുഖങ്ങളൊക്കെ പുതിയതായിട്ട് കണ്ടുപിടിച്ച സാധനമൊന്നുമല്ല, പണ്ടും ഇങ്ങനത്തെ അസുഖങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ വെജനസ്മസ് എന്ന് പറയുന്ന ഒരു അസുഖം, അതിൽ സെക്ഷൽ ഇൻറ്റർകോഴ്സിന് പേടീനെ കൊണ്ടിട്ട് സെക്സ് ചെയ്യാൻ പറ്റാത്ത ഒരു അസുഖമാണത്. അപ്പോൾ ഫീമെയിൽസിനാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ പെനൈൽ ഇൻറ്റർകോഴ്സിന് എങ്ങനെയാണ് ഇത് ഇൻസേർട്ട് ചെയ്യാമെന്ന് ഭയം കൊണ്ട് അവർക്ക് ഇൻറ്റർകോഴ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു അസുഖം. ഇതിൻ്റെ വീഡിയോസിലെ കമൻറ്റ് ബോക്സുകളിലൊക്കെ 50 വയസ്സും 60 വയസ്സും ആയവരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്കും ഈ അസുഖം ഉണ്ടായിരുന്നു, പക്ഷേ ഇനിയിപ്പം കാലം കഴിഞ്ഞു പോയി, ഇത്രയും കാലമായിട്ട് ഇനിയിപ്പോൾ ആരെ കാണിക്കാനാ, ഇനിയിപ്പോൾ അവർക്കൊരു കുഞ്ഞൊക്കെ ഉണ്ടായിട്ട് അതിനെ വളർത്താനൊക്കെ ഉള്ള ഒരു കാലം, ഒരു ആയുസ് ഉണ്ടാവുമോ എന്ന് അറിയില്ല എന്നൊക്കെ. അപ്പം ഇതൊക്കെ പണ്ടും ഉണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതായത് ഇപ്പൊ സാധാരണ ഒരു മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ആളുകൾക്ക് അത് പുറമേക്ക് സംസാരിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പൊ ഈ സൈക്കോസെക്ഷൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒട്ടും സംസാരിക്കാതിരിക്കാനല്ലേ ചാൻസ് ഉള്ളൂ? അത് സംസാരിക്കുന്നവരൊരു മോശം രീതിയിലല്ലേ നമ്മുടെ സമൂഹം കാണുന്നത്. അപ്പൊ ആളുകൾക്ക് അത് തുറന്ന് പറയാനും ഒക്കെയുള്ള ഒരു അവസരം എങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുക? അത് നമ്മുടെ കരിക്കുലത്തിലൊക്കെ നമ്മൾ ഒരുപാട് വട്ടം ഞാനും അനേന മാം ഒക്കെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മളെ കരിക്കുലത്തിലൊന്നും ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കുട്ടികൾക്കൊക്കെ തന്നെ ആണെങ്കിൽ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അതായത് എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ അറിയുകയും റിയലൈസ് ചെയ്യുകയും വേണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ കേസസ് ഒക്കെ വരുമ്പോൾ തന്നെ കുറേ ആൾക്കാർ വരുന്നത് മാമിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ്. അതായത് എനിക്കിങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, വെജൈനിസ്മസ് ഒക്കെ ആണെങ്കിൽ തന്നെ. അപ്പോൾ അവരൊക്കെ പറയുന്നൊരു കംപ്ലൈൻറ്റാണ്, എനിക്കിപ്പം സെക്സ് എന്താണെന്ന് എനിക്ക് അറിയില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ളൊരു സെക്സ് എഡ്യൂക്കേഷൻ ലാക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ 9ാം ക്ലാസ്സിലെ ഒരു പാഠപുസ്തകത്തിൽ ഒരു ചാപ്റ്റർ അതുണ്ട്, പക്ഷെ എനിക്കൊന്നും ആ ചാപ്റ്റർ കണ്ടിട്ട് ഇതിങ്ങനെയാ ചെയ്യേണ്ടതെന്നൊന്നും അവിടുന്ന് അന്നേരം മനസ്സിലായിട്ടില്ല. പിന്നെ ഓരോ ആൾക്കാരുടെ ഒരു വിചാരമുണ്ട്, സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ പിഴപ്പിച്ച് എന്തോ സെക്സ് ചെയ്യാൻ വേണ്ടി എന്തോ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ള പോലത്തെ ഒരു സാധനമുണ്ട്. ഞാനൊക്കെ പഠിക്കുമ്പോഴാണെങ്കിലും പെട്ടെന്ന് ടീച്ചേഴ്സ് സ്കിപ്പ് ചെയ്യായിരുന്നു ആ ചാപ്റ്റേഴ്സ് ഒക്കെ. ഒട്ടുമിക്ക സ്കൂളിലും ആ ചാപ്റ്റർ എടുത്തിട്ടില്ല എന്നൊക്കെ കുറെ പേര്. ഞങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെയാണ്, ആ ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് പോകും. ട്യൂഷൻ സെന്ററിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും അങ്ങനെ തന്നെ. ഞാൻ ഒരുപാട് ക്ലയൻസിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ ഇപ്പം വരുന്ന നമുക്കൊരു മെറൈറ്റൽ ആൻഡ് സെക്ഷനിൽ വേറെ തന്നെ ഇപ്പോൾ ഒരു വിങ് ഒക്കെ ആക്കി, അപ്പോൾ മാരേജ് ഇഷ്യൂ വരുന്ന ആൾക്കാർക്കൊക്കെ സെക്ഷൽ എഡ്യൂക്കേഷൻ ഉണ്ടോ നോക്കൽ നമ്മുടെ സ്ഥിരം പരിപാടിയായി. ഇപ്പം അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് ആ സ്കൂളിൽ നിന്ന് പറഞ്ഞു തന്നായിരുന്നോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞ് ഒരു എഡ്യൂക്കേഷൻ തന്നായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, അങ്ങനെ ഒരു ക്ലാസ് എടുത്തിട്ടില്ല, അത് ടീച്ചർ എന്തൊക്കെയോ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഒട്ടുമിക്ക സ്കൂളിലും ആ ക്ലാസ് എടുത്തിട്ടില്ല. ടീച്ചർമാർക്ക് മടിയാണ്, പയ്യന്മാർ ക്വസ്റ്റ്യൻ ചോദിക്കും, കളിയാക്കും, അങ്ങനെയൊക്കെ ഉള്ള ഓരോ സാധനത്തിനെ കൊണ്ട്. പിന്നെ എല്ലാവരും കല്യാണത്തിന് മുന്നേ പറയുന്നൊരു കാര്യം, ഓക്കൊക്കെ അറിയാം,
ഇനിയിപ്പൊ നമ്മളൊന്നും പോയി പറഞ്ഞു കൊടുക്കാൻ ശരിക്കും പറഞ്ഞാൽ അറിയില്ല, എന്താ ചെയ്യണ്ടേന്ന് അറിയാണ്ട്, ശരിക്കും പച്ചക്ക് പറയുകയാണെങ്കിൽ സെക്സ് എങ്ങനെ ചെയ്യണ്ടേന്ന് അറിയാണ്ട് വന്നിട്ടുള്ള ഒരുപാട് ക്ലയൻസുകളുണ്ട്. ഇപ്പൊ ഇത് ഞാൻ മാത്രം എൻ്റെ ഒറ്റപ്പെട്ട അഭിപ്രായമോ ഒറ്റപ്പെട്ട കേസിലെ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. ഒരുപാട് നമ്മുടെ ഇപ്പൊ ടീമിലുള്ള 10-25 സൈക്കോളജിസ്റ്റുമാരും കേസ് കണ്ടിട്ട് അവരൊക്കെ പറയും ഇത്രയും വലിയ മനുഷ്യന്മാര് പഠിച്ച് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് അറിയില്ല എന്ന് പറയാൻ മടിയായിട്ട് സ്വന്തം സിബ്ലിങ്സിൻ്റെ അടുത്ത് പോലും, ബ്രദറിനോടോ ആരോട് പോലും അവർ ചോദിക്കുന്നില്ല, സുഹൃത്തുക്കളോട് ചോദിക്കുന്നില്ല, പറയാൻ മടിയാണ്. ഇപ്പം റേപ്പും അതുപോലെ തന്നെ ഈ ഒരു ചൈൽഡ് അബ്യൂസ്, സെക്ഷൽ അബ്യൂസ് ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തില് ഇതൊക്കെ ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ സ്കൂളുകളിലായാലും നമ്മുടെ വീടുകളിലായാലും നടപ്പിലാക്കുന്നതിൽ ഈ ഒരു സൈക്കോളജിസ്റ്റിന്റെ പങ്ക് എത്രത്തോളമാണ്? അതായത് ഇപ്പം കുട്ടികളിലൊക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് ചിലപ്പം അറിയില്ല ഇപ്പം പ്രൈവറ്റ് പാർട്സ് ഏതാണ്, അല്ലെങ്കിൽ അവിടെ ടച്ച് ചെയ്താണെങ്കിൽ എന്താണ്, ബാഡാണോ, ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണ്, ഇത് പ്രോപ്പറായിട്ട് ഫാമിലിയിലെ ആൾക്കാരും പറഞ്ഞു കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ സ്കൂളിലെങ്കിൽ ഒന്ന് ഇപ്പം കുറച്ചും കൂടെ ഒന്ന് വരുന്നുണ്ട്, ഇങ്ങനത്തെ ക്ലാസ്സസ് കാര്യങ്ങളോ ഏറ്റവും കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം മെയിനായിട്ട് ഇപ്പം പാരൻസ് വരികയാണെങ്കിൽ തന്നെ പറയും നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണേ, അതായത് എങ്ങനെയാണ് നമ്മൾ ഗുഡ് ടച്ച് എന്താ, ബാഡ് ടച്ച് എന്താ, അല്ലെങ്കിൽ സെക്ഷൽ തോട്ട്സ് വരുന്നതൊക്കെ, മാസ്റ്റർബേഷൻ കേസസൊക്കെ പാരൻസ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത് അവർക്ക് പറയാനായിട്ട് ഭയങ്കര ഒരു ഡിഫറൻസ് ആയിരിക്കും, അതായത് എങ്ങനെ ഇപ്പോൾ കുട്ടീനോട് പറയാന്നുള്ള രീതിയിൽ. പക്ഷെ എല്ലാവർക്കും അറിയാം, പക്ഷെ അത് ഡിസ്കസ് ചെയ്യാനുള്ളൊരു അകൽച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ വരുമ്പോൾ ചിലപ്പോൾ പാരൻസ് തന്നെയായിട്ട് പറയും. മാസ്റ്റർബേഷനൊക്കെ പ്രത്യേകിച്ച് ഫാദർ പറഞ്ഞു കൊടുക്കണം. ഈ ഇങ്ങനെ ഒരു എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായി നമ്മൾ ചിലപ്പം കുളിക്കുമ്പോഴൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പോയ ഒരു സുഖം പോലെ നിനക്ക് ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം. പക്ഷെ ആ സമയത്ത് മോനെ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് പകരം ഇവിടെ എന്തോ പിടിച്ചുകൊണ്ടുവരുന്ന പോലെ മക്കളെയൊക്കെ പിടിച്ച് ഹരാസ് ചെയ്ത് കൊണ്ടുവന്ന് ആരാ നിനക്കിത് പഠിപ്പിച്ചേ, എന്തിനാ നീ ഇങ്ങനത്തെ ചീത്തക്കാര്യം ചെയ്യുന്നത്. കുട്ടിക്ക് അറിയില്ല, കുട്ടിക്ക് ഇത് ചെയ്യുന്ന ചീത്തക്കാരിയാന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തതൊന്നുമല്ല. ആ കുട്ടീൻ്റെ ആ ചൈൽഡ്ഹുഡിലെ മെമ്മറീസ് മൊത്തം നശിപ്പിക്കുന്ന തരത്തിലേക്ക് വലിയ സംഭവമാക്കിയിട്ടൊക്കെ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ എത്രയോ വീഡിയോസിലും എത്രയോ ചർച്ചകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത്തരം കേസുകൾ വരുന്ന സമയത്ത് നമ്മളത് പറയാതെ നമ്മളത് മനസ്സിലാക്കി അതിൻ്റെ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒരു സെഷൻ നമ്മളെടുത്താൽ അവരത് വൃത്തിക്ക് പറയും. വൃത്തിക്ക് പറഞ്ഞ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് എത്രത്തോളം സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു അതുപോലെ തന്നെ പാരന്റ്സിനും കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്നുള്ളതാണ്. പ്രോബ്ലം സോൾവില് ഇനി ചെറിയൊരു ബ്രേക്ക്, നമുക്ക് ഉടനെ തന്നെ തിരിച്ചു വരാം.